ബിഗ് ബോസ് മലയാളം സീസൺ 7-ന്റെ കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ്? ഇനി എത്രയൊക്കെ പ്രഡിക്ഷൻ ലിസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 50% കൺഫേം, 60% കൺഫേം, 99% കൺഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പ്രേക്ഷകർക്ക് വേണ്ടത് ആരൊക്കെയാണ് കണ്ടസ്റ്റൻസ്? 100% ഉണ്ടോ? അതെ 100% ഉണ്ട്. ഇന്ന് 100% കൺഫേംഡ് ലിസ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? പറയാം. ഞാൻ ഏറെ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒരാളുണ്ട് ഈ സീസണിൽ. അയ്യോ, അറിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. അപ്പം ഒത്തിരി പേരുണ്ട്, ആരാന്ന് ഞാൻ പറയുന്നില്ല, ഒത്തിരി പേരുണ്ട്. കാരണം പല പല വ്യക്തിത്വങ്ങളെയും ഈ സീസണിനകത്ത് വന്ന് അവർ തമ്മിലുള്ള ഒരു മത്സര ബുദ്ധിയും ഗെയിമും സ്ട്രാറ്റജീസും റിയാലിറ്റിയും ടാസ്ക് കളിക്കുന്ന ആ ഒരു എന്താ പറയുക സ്പിരിറ്റും ഒക്കെ കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലൈറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് 12 പേര് പറയാൻ പോവാണ്. ഈ 12 പേരിൽ നമ്മുടെ സീസൺ തുടങ്ങുമ്പം അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ 12 പേരും ഉണ്ടാവും. പറഞ്ഞ മനസ്സിലായോ? ഇനി അല്ല എന്തെങ്കിലും നമുക്കറിയാലോ, അവസാന നിമിഷം വരെയും ട്വിസ്റ്റുകൾ സംഭവിക്കാം എന്നുള്ള ഒരു സാധനമാണ് ബിഗ് ബോസ്. അതുകൊണ്ട് ഇനി എന്തെങ്കിലും ട്വിസ്റ്റ് സംഭവിച്ചതിനകത്ത് 1-2 അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്നെങ്കിലേ ഉള്ളൂ. എന്നാലും ഏതാണ്ട് ഫൈൻ 100% തന്നെയാണ്. ഈ 12 പേരിൽ 12 എണ്ണം വന്നില്ലെങ്കിൽ ഒരു 10-9 എണ്ണം ഉറപ്പാണ്, ഷുവറാണ്. കാരണം ഇതിനകത്തുള്ള എല്ലാവർക്കും കൺഫർമേഷൻ പോയി എന്ന് തന്നെയാണ് അറിയുന്നത്. എന്നാലും 2-3 പേരുടെ കാര്യത്തിൽ ചെറിയ ഒരു കൺഫ്യൂഷൻസ് ഉണ്ട്. അത് ഞാൻ ആദ്യമേ പറയുന്നു. അപ്പം നമുക്ക് പോവാം. പുതിയ പേരുകൾ ഞാൻ ആദ്യം പറയാം. ഇന്നലെ ഞാൻ പറഞ്ഞ പേരുകൾ ഉണ്ട്. ആ 90% ലിസ്റ്റിൻ്റെ കൂടെയാണ് ഇപ്പം ഞാൻ ഈ 100 കൂടെ ചേർത്ത് പറയുന്നത്. അപ്പം ഞാൻ പുതിയ പേരുകൾ പറഞ്ഞിട്ട് പഴയ പേരുകളിലേക്കും കൂടെ നമുക്ക് പോവാം. ആദ്യം ഞാൻ പറയുന്ന പേരുകൾ ഭയങ്കരമായി ഉറപ്പും ഭയങ്കരമായി സീസണിലേക്ക് വരാൻ സാധ്യതയുള്ള പേരുകളാണ് ആദ്യം ഞാൻ പറയുന്നത്. കാരണം 100% ആണല്ലോ. അപ്പോൾ ഒന്നാമത്തെ പേര് ഞാൻ പ്രഡിക്ഷനിൽ ഏതോ ഒരു വീഡിയോയിൽ മാത്രമേ ഈ പേര് ഈ വർഷം പറഞ്ഞിട്ടുള്ളൂ. ഞാൻ കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരാളാണ്. സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ രേഖ രതീഷ് കൺഫേംഡ് ആണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. സീസൺ 7 ബിഗ് ബോസിൽ ഉണ്ടാവും. 100% കൺഫേംഡ് ആണെന്നാണ് അറിയുന്നത്. ഇനി അത്ഭുതങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ. ഭയങ്കര സന്തോഷം കേട്ടോ. അടുത്ത രണ്ടാമത്തെ പേര് ഇതുവരെ നിങ്ങൾ കേട്ടിട്ടേ ഉണ്ടാവില്ല, പ്രഡിക്ഷൻ ലിസ്റ്റിൽ നിങ്ങൾ കണ്ടിട്ടേ ഉണ്ടാവില്ല, ആരും പറഞ്ഞിട്ടില്ല, എവിടെയും പറഞ്ഞിട്ടില്ല, ഇന്ന് വരേക്കും പറഞ്ഞിട്ടില്ല. മ്യൂസീഷ്യനും സിംഗറും ആയിട്ടുള്ള അക്ബർ ഖാൻ. എത്ര പേർക്കറിയാം? ഇതാണ് അക്ബർ ഖാൻ. അക്ബർ ഖാൻ ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ കൺഫേംഡ് ആണ് എന്നാണ് അറിയുന്നത്. അടുത്ത് മൂന്നാമത്തെ പേര് നമ്മൾ മുന്നേ തന്നെ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതാണ്. 100% കൺഫേംഡ് അടിച്ച് പറയുന്നു. ആക്ട്രസ് ആയിട്ടുള്ള അനുമോൾ കൺഫേംഡ് ആണ് സീസൺ 7-ലേക്ക്. അടുത്ത് നാലാമത്തെ പേരും നിങ്ങളുടെ മുന്നിൽ പലതവണ ഞാൻ പറഞ്ഞിട്ടുള്ള പേര് തന്നെയാണ്. 100% കൺഫേംഡ് അടിച്ച് പറയുന്നു. ആക്ട്രസ് ആയിട്ടുള്ള രേണു സുധി. ഓക്കെ. അടുത്ത് അഞ്ചാമത്തെ പേര് സീരിയൽ ആർട്ടിസ്റ്റ് ആണ്. പുള്ളി മെയിലാണ്. അപ്പോൾ കൺഫേംഡ് ആണ്, മാറ്റമൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പേര് ആദിത്യൻ ജയൻ. ഇതാണ് ആദിത്യൻ ജയൻ, അറിയാമല്ലോ. അടുത്ത് ആറാമത്തത് നമ്മുടെ ഇന്റർവ്യൂവറാണ്. പുള്ളിക്കാരി അത്യാവശ്യം ബോൾഡാണ്, തകർക്കുമെന്ന് തോന്നുന്നുണ്ട്. ഇന്റർവ്യൂ ഒക്കെ എൻ്റെ മുന്നേ വൈറലാണ്. മൈത്രേൻ ഇന്റർവ്യൂ, രേണുസുധി ഇന്റർവ്യൂ, ബിയാസന ഇന്റർവ്യൂ, ഹോട്ട് സീറ്റുകളുടെ റാണിയാണ് പുള്ളിക്കാരി. പേര് ശാരിക. അറിയാമല്ലോ ശാരികയെ. അടുത്ത് ഏഴാമത്തെ പേര് ഞാൻ മുന്നേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള പേര് തന്നെയാണ്. നമ്മുടെ ആക്ടറായിട്ടുള്ള അപ്പാനി ശരത്ത് കൺഫേംഡ് ആണ്. ഓക്കെ. അപ്പം ഇനി അടുത്ത് എട്ടാമത്തെ പേര് ഞാൻ പറയുന്നത്, അതും ഞാൻ ഇന്നലെ പറഞ്ഞൊരു പേര് തന്നെയാണ്. റിപ്പീറ്റ് ചെയ്യുന്നതിൽ എനിക്കും ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമ്മുടെ ലിസ്റ്റ് ഫൈനൽ ഔട്ടായി വരുമ്പോൾ അത് പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. പേര് യൂട്യൂബറും കോണ്ടന്റ് ക്രിയേറ്ററുമായിട്ടുള്ള ബബി. ഇതാണ് ആള്, ബബിത ബബി. ഓക്കെ. അടുത്ത് കൺഫേംഡ് ആണ് എന്നാണ് അറിയുന്നത്. അടുത്ത് 9ാമത്തെ പേര് ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള നമ്മുടെ ആദിലയും നൂറയും. അറിയാമല്ലോ, ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്ന് ഇപ്പോഴും ഭയങ്കര എന്താ പറയുക വിവാദങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളാണ് ആദിലയും നൂറയും. ഇവരും കൺഫേംഡ് ആണ് എന്നാണ് അറിയുന്നത്. നമുക്ക് നോക്കാം. എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. അതാണ് ഞാൻ എടുത്തു പറഞ്ഞ ഒരു സംശയമുണ്ട്. 2-3 പേരുടെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ചൊന്ന് മാറ്റി നിർത്തിയേക്കാം. അടുത്ത് 10ാമത്തെ പേര്
ഇന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നീട് ഇടയ്ക്ക് വെച്ച് ഞാൻ പറയാൻ വിട്ടുപോയ ഒരു പേരാണ്. ആക്ട്രസ് ആണ്, മുന്നേ ഏഷ്യാനെറ്റിലൊരു സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്. തൂവൽ സ്പർശം സീരിയലിലെ ആക്ട്രസ് ആയിട്ടുള്ള അവന്തിക മോഹൻ. ഇതാണ് ആള്, അവന്തിക മോഹൻ. അറിയാമോ? അടുത്ത് 11ാമത്തെ പേര്, ഞാൻ ഈ പേര് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ ഞെട്ടി ധരിച്ചിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. സീരിയൽ ആർട്ടിസ്റ്റ് ആണ്, നിലവിൽ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലിലെ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് ആണ്. ആ സീരിയൽ എനിക്ക് തോന്നുന്നു മിക്കവാറും ബിഗ് ബോസിന് മുമ്പേ തീരുമായിരിക്കാം, അല്ലെങ്കിൽ ബിഗ് ബോസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തീരും, നേരത്തെ കൂട്ടി ഷൂട്ട് ചെയ്ത് വെക്കുമായിരിക്കാം. അറിയുന്നത് ഈ സീസണിൽ നമ്മുടെ ആക്ട്രസ് ആയ ഐശ്വര്യ റംസായി ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എന്നാണ്. ഇതാണ് ഐശ്വര്യ റംസായി, നമ്മുടെ മൗനരാഗം സീരിയലിലെ കല്യാണി. ഓമയായിട്ട് 1000 എപ്പിസോഡുകൾ തകർത്താടിയ ആക്ട്രസ് ആണ്, തമിഴ്നാട്ടുകാരിയാണ്. അപ്പം നമുക്ക് കുറച്ച് തമിഴ് സപ്പോർട്ടുകൾ വരാനുള്ള സാധ്യതകളും ഉണ്ട്. പക്ഷേ പെരുസാ അളവൊക്കെ ശ്രീധുവിന് കിട്ടിയ മാതിരിയൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല. അടുത്ത് 12ാമത്തെയും അവസാനത്തെയും പേര് ഞാൻ പറയുന്നത് നമ്മുടെ RJ ആയിട്ടുള്ള RJ അഞ്ജലിയുടെ പേരാണ്. ഒരു 2-3 വർഷമായിട്ട് പ്രഡിക്ഷൻ ലിസ്റ്റിൽ കേൾക്കുന്നുണ്ടെങ്കിലും ഇപ്രാവശ്യം ഞാൻ ഈ പേര് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും കോൺട്രവേഴ്സി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പേര് പറഞ്ഞതെന്ന്. അല്ല, കോൺട്രവേഴ്സി വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ പേര് പറഞ്ഞിട്ടുണ്ട്. കാരണം കുക്ക് വിത്ത് കോമഡിയിലെ ഒരു എന്താ പറയുക കണ്ടസ്റ്റൻ്റോ എന്തോ ആയിരുന്നു ഈ പറയുന്ന നമ്മുടെ RJ അഞ്ജലി. അതേ കുക്ക് വിത്ത് കോമഡിയിൽ നിന്നാണ് ജാസ്മിൻ ജാഫർ കൺഫേം ആയത്. നോട്ട് കോൺട്രവേഴ്സി, ബ്യൂട്ടി ബ്ലോഗർ അതുകൊണ്ടൊന്നും അല്ല, കുക്ക് വിത്ത് കോമഡിയിൽ നിന്നാണ് ജാസ്മിൻ ജാഫർ ബിഗ് ബോസിലോട്ട് വന്നത്. അതേ സാധനം ആണ് ഞാൻ ഈ പേരിലും പറയുന്നത്. ഇതും എനിക്കൊരു ഡൗട്ടുണ്ട്, കൺഫേംഡ് ആണെന്നാണ് അറിയുന്നത്, എന്നാലും ഒരു ഡൗട്ടുണ്ട്. RJ അഞ്ജലി. അപ്പം ഞാൻ പുതുതായിട്ട് ഇപ്പോൾ രേഖ രതീഷിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്, അക്ബർ ഖാൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പുതിയ പേരുകളാണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു: രേഖ രതീഷ്, അക്ബർ ഖാൻ, അനുമോൾ, രേണുസുതി, ആദിത്യൻ ജയൻ, ഷാരിക, അപ്പാനി ശരത്ത്, ബബിത ബബി, ആദില നൂറ, അവന്തിക മോഹൻ, ഐശ്വര്യ റംസായി, RJ അഞ്ജലി. 12 പേരുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഒരു 8-9 എണ്ണമെങ്കിലും 101% സീസൺ തുടങ്ങുമ്പോൾ ഉണ്ടാവും. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഒരു 1% അവിടെ വെച്ചിരിക്കാം, അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ എന്തായാലും ഇവരൊക്കെ ആയതുകൊണ്ട് തന്നെ സീസൺ അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക പൊളിയാവാനുള്ള ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇതിനകത്ത് ആര് വരണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇനി ഇതിനകത്ത് ആരൊക്കെ വരണമായിരുന്നു എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഞാൻ ജാസിയൊക്കെ ഒത്തിരി പ്രതീക്ഷിച്ചു. ഇനിയിപ്പോൾ വൈൽഡ് കാർഡിലേക്ക് അങ്ങനെ തള്ളപ്പെട്ടോ എന്ന് അറിയത്തില്ല. ജാസി എന്നും പേരൊന്നും ഇപ്പോൾ അറിയുന്നില്ല കേട്ടോ. നോക്കാം, നമുക്ക് എന്തായാലും ഒന്നും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. സീസൺ 7 കലക്കട്ടെ, പൊളിക്കട്ടെ. പിന്നെ നമുക്കിനി കോണ്ടന്റ് വീഡിയോസ് ഇടണം. മീൻസ് ആർട്ടിസ്റ്റുകൾ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഓരോ ഫീൽഡിൽ നിന്ന് പോകുന്ന ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, മര്യാദയ്ക്ക് ഇരിക്കണോ വേണ്ടേ, അല്ലെങ്കിൽ ഇറങ്ങി കളിക്കണോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ലൈവ് വരാൻ ഏതാണ്ട് സമയമായിരിക്കുകയാണ്. അപ്പോൾ ലൈവിൻ്റെ കാര്യങ്ങളും എപ്പോഴാണ് ലൈവ് വരേണ്ടതെന്നുള്ള കാര്യം ഇതെല്ലാം കമ്മ്യൂണിറ്റിയിൽ ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളിനി ഷുവറായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റി ശ്രദ്ധിക്കണം. പല സീസണായിട്ടുള്ള കമ്പാരിസൺസ് നമുക്ക് നടത്തണം. ലാലേട്ടൻ്റെ പ്രൊമോസ് വരാനിരിക്കുകയാണ്, കുഞ്ഞു പ്രൊമോസ് വരാനിരിക്കുന്നുണ്ട്. ഉടനെ തന്നെ അത് പ്രതീക്ഷിക്കാം. പിന്നെ ഞാൻ നാലോന്ന് പ്രൊമോക്കകത്തൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി വരുന്ന സാധനങ്ങളിൽ കിടക്കാച്ചി സംഭവങ്ങളുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയും അടുത്ത അപ്ഡേറ്റും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ നോക്കി വെച്ചോ, ഈ 12 പേരെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സീസൺ 7ലേക്ക് ആവശ്യം വരും. 100% കൺഫേംഡ് ലിസ്റ്റുമായിട്ടാണ് മൂൺലൈറ്റ് മീഡിയ വന്നിരിക്കുന്നത്. സോ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.